തനിക്കെതിരെ കുരച്ചുകൊണ്ടുവരുന്ന വേട്ടപ്പട്ടിയെ എങ്ങനെ തീർക്കണമെന്ന് മാർക്കോയ്ക്ക് നന്നായി അറിയാം. വന്ന വിവാദങ്ങളെ, വെറുത്ത ജനങ്ങളെ ആരാധകരാക്കാൻ ഉണ്ണിയുടെ കയ്യിൽ ഒരു മാജിക് ഉണ്ട്. അതിന്റെ പേരാണ് സിനിമ. വന്നപ്പോ മുതലില്ല ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. ഹിന്ദിയിലെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം മാർക്കോയ്ക്ക് വേണ്ടി തിയേറ്റർ ഒഴിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനിയൊരു മാർക്കോ 2 ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അത് മലയാളത്തിലെ ആദ്യ 1000 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമായി മാറിയേക്കാം. മാർക്കോ ഇനി തമിഴിലും തെലുങ്കിലും ജനുവരി 1, 3 തീയതികളിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ്. മുൻപ് ബാഹുബലി, KGF, പുഷ്പ എന്നിവ ഉണ്ടാക്കിയ ഓളം മാർക്കോയ്ക്ക് മറ്റു നാടുകളിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിന്റെ പുസ്തകത്തിൽ സുവർണ ലിപികളാൽ ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോയുടെ പേര് എഴുതി ചേർക്കപ്പെടും. ഒരു ഇന്ത്യൻ സിനിമ ആദ്യമായി 100 കോടി നേടുന്നത് ഹിന്ദി ചിത്രമായ ഡിസ്കോ ഡാൻസറിലൂടെയാണ്. ചിത്രം റിലീസായത് 1982-ലാണ്. ഇന്ത്യയിൽ അന്ന് 6 കോടിയാണ് കളക്ട് ചെയ്തത്. സോവിയറ്റ് യൂണിയനിൽ നിന്ന് 94 കോടിയാണ് ചിത്രം നേടിയത്. പിന്നീട് ഹിന്ദി സിനിമകൾ തന്നെയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നത്. അവർ തന്നെയാണ് ബോക്സ് ഓഫീസിനെ കൊണ്ടു നടന്നത്. അതിൽ 2008 പുറത്തിറങ്ങിയ ഗജനിയും 2009 പുറത്തിറങ്ങിയ 3 ഇഡിയറ്റ്സും ഉൾപ്പെടുന്നു. ബോക്സ് ഓഫീസിൽ വമ്പൻ റെക്കോർഡുകൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് ബോളിവുഡ് സിനിമകൾ തന്നെ വേണമെന്ന ഒരു ചിന്ത എല്ലാവരിലും ഉറച്ചു. പക്ഷേ 2015 വരെ മാത്രമേ അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. 2015 ജൂലൈ 10 ആ വെള്ളിയാഴ്ച ചില മാറ്റങ്ങളുടെ തുടക്കമായിരുന്നു. രാജമൗലി ഇന്ത്യൻ ബോക്സ് ഓഫീസിന് ആദ്യമായൊരു 500 കോടി എന്ന റെക്കോർഡ് കാണിച്ചു കൊടുത്ത ദിവസം. ഇന്ത്യൻ സിനിമയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ബോളിവുഡ് മാത്രമേയുള്ളൂ എന്ന തോന്നൽ അതോടെ മാറിക്കിട്ടി. പിന്നീട് ബോളിവുഡിന്റെ കിതപ്പും സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ കുതിപ്പും നമ്മൾ കണ്ടു. ബോളിവുഡിലെ വൻ താരങ്ങൾക്ക് ഒരു വലിയ ഹിറ്റ് കിട്ടാൻ, ഒരു തിരിച്ചുവരവിനായി സൗത്ത് ഇന്ത്യൻ സിനിമകളിലെ സംവിധായകരുടെ അടുത്തെത്തേണ്ട അവസ്ഥ വന്നു. ആറ്റ്ലി ചിത്രം ജവാന്റെ വിജയം ആ തീരുമാനം തെറ്റല്ല എന്ന് തെളിയിച്ചു. ചിത്രം 1000 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത്. പറഞ്ഞു വരുന്നത് സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങളുടെ വളർച്ചയും അതുമൂലം സൗത്ത് ഇന്ത്യക്ക് ഇന്ത്യയിൽ കിട്ടിയ പ്രാധാന്യവുമാണ്. കന്നഡ സിനിമ ഇൻഡസ്ട്രി അത്ര പ്രസിദ്ധമൊന്നുമല്ല. KGFിലൂടെ ലോകമറിയുന്ന ഒരു ഇൻഡസ്ട്രിയാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ബാഹുബലിക്ക് പിൻഗാമിയായി പുഷ്പ എത്തി. ആ ഒരു പുഷ്പ ട്രെൻഡിന്റെ ബലം ഉറപ്പിക്കുകയും ചെയ്തു. ഇന്ന് മാർക്കോ ഉണ്ടാക്കുന്ന ഓളം സിനിമാ ലിസ്റ്റുകളെ ഞെട്ടിക്കുന്നതാണ്. കണ്ടവർ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ. സോഷ്യൽ മീഡിയ തുറന്നാൽ മാർക്കോയെ കുറിച്ച് മാത്രമേ പോസ്റ്റുകളും റീലുകളും ഉള്ളൂ. മുമ്പിൽ കുതിച്ച ബാഹുബലിയും പുഷ്പയുമെല്ലാം കുട്ടികൾക്കും ഫാമിലികൾക്കുമൊക്കെ നേരിട്ട് പോയി കാണാൻ പറ്റിയ ചിത്രങ്ങളാണ്. ഒരു ഫാമിലിക്ക് സിനിമയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ കുട്ടികളെ കൂടെ കൂട്ടേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ പലരെയും പിന്നോട്ട് വലിച്ച ചിത്രമാണ് മാർക്കോ. ചിത്രം ഒരു എ ചിത്രമാണ്. എന്നിട്ട് പോലും ജനങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുത്തു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. മലയാളത്തിലും ഒരു പുഷ്പയ്ക്കും KGFനും സാധ്യതയുണ്ട് എന്ന് ഉണ്ണി മുകുന്ദൻ തെളിയിച്ചു. തന്റെ രാഷ്ട്രീയം, ചില വിവാദങ്ങൾ, ഇതെല്ലാം ഉണ്ണി മുകുന്ദനെ ചിലർ മാറ്റി നിർത്താനും കളിയാക്കാനും കുറ്റപ്പെടുത്താനും കാരണമാക്കി. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തി ഒരു നല്ല സിനിമയിലൂടെ എല്ലാവരെ കൊണ്ടും കയ്യടിപ്പിക്കാൻ അയാൾക്ക് സാധിച്ചു. മനസ്സിലെ വെറുപ്പും എതിർപ്പും ആ സിനിമ കാണുമ്പോൾ
അറിയാതെ അലിഞ്ഞുപോയി എന്നത് നമുക്ക് കാണാം. അവരുടെ കൈകൾ പരസ്പരം അറിയാതെ ആഞ്ഞടിച്ചു. അറിയാതെ ചിലർ വിസിലടിച്ചു, ചിലർ ആർപ്പ് വിളിച്ചു. ആദ്യമൊക്കെ ചിലർ ഈ സിനിമയ്ക്ക് പോയത് സ്റ്റാറ്റസ് ആക്കാനും ആളുകളോട് പറയാനും മടിച്ചു. പക്ഷേ ഉണ്ണിയുടെ നിശ്ചയദാർഢ്യം, ആരൊക്കെ എന്തു പറഞ്ഞാലും ലക്ഷ്യമല്ലാതെ മറ്റൊന്നിനെയും ശ്രദ്ധിക്കാതെയുള്ള മുന്നോട്ട് പോക്കും അയാളെ വളർത്തി. അടുത്ത് ഉണ്ണി കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ സിനിമയുടെ സെലക്ഷനിലുമെന്ന് നമുക്ക് അയാളുടെ പുതിയ സിനിമകൾ കാണുമ്പോൾ മനസ്സിലാവും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉണ്ണിക്കെതിരെ ചിലർ ക്യാമ്പയിൻ നടത്തുന്നതായി കാണാം. പക്ഷേ അതിനെയൊന്നും വിലവെക്കാതെ അയാൾ മുന്നോട്ട് കുതിക്കുകയാണ് തൻ്റെ വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി. എന്താണ് ഉണ്ണിമുകുന്ദനെ കുറിച്ചും മാർക്കോയെ കുറിച്ചും നിങ്ങൾക്ക് പറയാനുള്ളത്? കമന്റായി രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.